ആദ്യം സിന്ദൂരം ഈ മോളുടെ നെറുകയിൽ തൊട്ടോളൂ. ഇതെന്തോന്ന് ആചാരം? കുഞ്ഞിന്റെ പിതാവ് വേണം സിന്ദൂരം തൊടാൻ. അതെങ്ങനെ ശരിയാവും തിരുമേനി? ഒരിക്കലും അത് നടക്കില്ല. എനിക്കിപ്പോ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നാളെ കുഞ്ഞിനോ കുഞ്ഞിന്റെ മാതാപിതാക്കൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. സ്വാമി, എന്റെ മോളാണ് സൂര്യയുടെ ഭാര്യ. അപ്പൊ പിന്നെ എങ്ങനെയാ മാനസയുടെ നെറുകയിൽ സൂര്യ സിന്ദൂരം തൊടുക? പപ്പടം ഇങ്ങോട്ട് മാറിക്കേ. ജയേ, ഇതൊന്നും ശരിയാവത്തില്ല ജയേ. ലോകത്ത് നടക്കാത്ത ഓരോരോ ആചാരങ്ങളും കൊണ്ട് വന്നിരിക്കുന്നു. ഞങ്ങളൊക്കെ എന്താ വിഡ്ഢികളാക്കുകയാണോ? ഇതെന്ത് ജാനകി? ഞാനാണോ പറഞ്ഞത്? തിരുമേനിയല്ലേ പറഞ്ഞത്? ആരായാലും എന്താ, ജയക്കും ദേവനും ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇതൊന്നും ആചാരങ്ങളല്ല, അനാചാരങ്ങളായിട്ട് എനിക്ക് തോന്നുന്നേ. നിനക്കെന്താ ജയ, ഒരല്പം പോലും ബോധമില്ലേ? ഇവിടെ ഇങ്ങനെ ഒരു പൂജ നടക്കുമ്പോ അതിൽ ചെയ്യേണ്ട കാര്യം കൂടി ചോദിച്ച് മനസ്സിലാക്കണ്ടേ? കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിയാകുമ്പോ പൂജാവിധി നടത്തുന്ന ആളിന്റെ തീരുമാനങ്ങൾക്കല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് ചോദ്യം ചെയ്യാൻ പറ്റോ? ഇവിടെ ഇപ്പോ ഗർഭിണിയായത് മാനസിയാണ്. ഭാവന ഗർഭിണിയാവില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെങ്ങനെ ഭാവന ഇതിൽ ഉൾപ്പെടുത്തും? എന്താ ആന്റി ഇത്? അപ്പൊ ഒരു നരബലി വേണോ ഇങ്ങനെ പറഞ്ഞ ആന്റി ഏതും ചെയ്യൂ? ജയനിർമ്മല ചിലപ്പോ അതും ചെയ്യും. ജയേ, ഞങ്ങളുടെ മോളെ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ അപമാനിക്കാനാണോ ഞങ്ങൾ എല്ലാരെയും വിളിച്ചു വരുത്തിയത്? എന്റെ മോൾ ഒരു അമ്മയാകില്ല എന്ന് ഡോക്ടർമാര് പറയുമ്പോഴും എന്റെ മനസ്സിൽ അതൊരിക്കലും സത്യമാവരുതേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നോക്ക്, നിങ്ങളുടെ വീട്ടിൽ വെച്ചാ എന്റെ കുഞ്ഞിന് അമ്മയാകാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടത്. അതും കൂടെ ജയ ഓർക്കണം. നഷ്ടപ്പെട്ടതല്ലോ അമ്മേ, നഷ്ടപ്പെടുത്തിയതല്ലേ. ജയാന്റെ ഒരു സഹോദരനും ഭാര്യയല്ലേ ഭാവനെ ഈ നിലയെ കൊണ്ടെത്തിച്ചത്. ഈ പൂജയുടെ പേരും പറഞ്ഞ് മാനസെ ഔദ്യോഗികമായിട്ട് സൂര്യയുടെ ഭാര്യയാക്കാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങളെ എല്ലാരെയും കൂടെ ഈ ഹോമകുണ്ടത്തിലിട്ട് കത്തിക്കേണ്ടി വരും.